ജഡ്ജിമാർ വിധി പ്രസ്താവങ്ങൾ നടത്തുമ്പോൾ വളരെ ജാഗരൂകരായിരിക്കണം എപ്പോഴും. കാരണം അതിൽ ഒരു പിഴവും കടന്നുകൂടാതെ ശ്രദ്ധിക്കണം. കാരണം അതിന് ഒരുപാട് വലിയ ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് വളരെ ശരിയാണെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി മാത്രം പറയണം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തൊരു നിരാശ തോന്നുന്നതിൽ അർത്ഥമില്ല. എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് പിന്നെ തോന്നരുത്. തോന്നാൻ പാടില്ലാത്ത വിധത്തിലായിരിക്കണം, ആ പിഴവ് പോലും വരാതായിരിക്കണം ഒരു ജഡ്ജ്മെന്റ് പറയുന്നത്. ഞാൻ ഈ വിധി പ്രസ്താവം നടത്തിയതിന് ശേഷം എനിക്ക് ഇന്ന് വരെയും ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടില്ല. എനിക്കിതുമൂലം ഒരുപാട് ഏടാകൂടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്തത് എൻ്റെ ഉത്തമ ബോധ്യത്തിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഒരു ജഡ്ജി എന്നുള്ള നിലയ്ക്ക്. അപ്പം ഇവിടെ ഒരു വിധി പ്രസ്താവം തെറ്റിപ്പോയി എന്ന് മദ്രാസ് ഹൈക്കോടതിയിലിരുന്ന് ഒരു ജഡ്ജി നടത്തിയ വിധി പ്രസ്താവം തെറ്റിപ്പോയെന്ന് അദ്ദേഹത്തിന് തോന്നിയെന്നും ഇപ്പോൾ തോന്നിയെന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തോന്നിയെന്നും അത് ആ വിധി പുനഃപരിശോധിക്കേണ്ടതാണെന്നും അദ്ദേഹത്തിന് തോന്നി. അത് ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്ന് അതിൽ അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ ജഡ്ജിമെന്റ് പറയാൻ പാടില്ല, ആ രീതിയിൽ പറയാൻ പാടില്ല. പിന്നെ ആ നിയമവ്യവസ്ഥ അദ്ദേഹം പ്രഖ്യാപിച്ച അതിൽ എന്തെങ്കിലും പിഴവ് കടന്നുകൂടിയെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ന്യായമായിട്ട് ഇതുപോലെ പറയാം, ഇതൊന്ന് പുനഃപരിശോധിക്കണമെന്ന് പറയാം. അത് പുനഃപരിശോധിക്കണമെങ്കിൽ ഒരു ഹയർ ഫോറത്തിനെ പറ്റുള്ളൂ. അത് എന്ത് വിധിയാണെന്ന് എനിക്കറിയില്ല. ആ വിധിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സിംഗിൾ ജഡ്ജായിട്ടിരുന്ന് ചെയ്തേക്കുകയാണെങ്കിൽ മിക്കവാറും കാര്യങ്ങളിൽ ഡിവിഷൻ ബെഞ്ചിന്, അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് അത് ഇടപെട്ട് അത് പുനഃപരിശോധിക്കാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്വമേധയാ പുനഃപരിശോധിക്കാൻ കോടതികൾ തയ്യാറാവാറില്ല. ഒന്നുകിൽ അതിലെ കക്ഷികൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഈ തത്തുല്യമായ ഈ സാഹചര്യത്തിലുള്ള ആർക്കെങ്കിലും, അതായത് ഈ വിധി അവരെ അഡ്വേഴ്സായിട്ട് ബാധിക്കും, പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന് പരാതിയുള്ള ഒരാൾക്ക് അവർക്ക് പരാതിപ്പെടാം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചിന് അത് പരിഗണിക്കാം. ഇനി ഇത് ഡിവിഷൻ ബെഞ്ചിന് പരിഗണിക്കാൻ സാധിക്കാത്തതാണെങ്കിൽ, എല്ലാ കാര്യങ്ങളിലും ഡിവിഷൻ ബെഞ്ചിൻ്റെ അധികാരമില്ല ആണെങ്കിൽ പിന്നെ സുപ്രീം കോടതിക്ക് അതിനകത്ത് പവറുള്ളൂ. സുപ്രീം കോടതിക്ക് സമയത്ത് ഇടപെടാം. കാരണം പ്ലീനറി പവേഴ്സ് ഉള്ളതാണ് സുപ്രീം കോടതി. ആർട്ടിക്കിൾ 142 അനുസരിച്ച് പ്ലീനറി പവേഴ്സ്, അതായത് കംപ്ലീറ്റ് ജസ്റ്റിസ്, സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി എന്ത് വിധിയും പാസ്സാക്കാം സുപ്രീം കോടതിക്ക്, ഏതവസരത്തിലും ഏത് കേസിലും. അപ്പോൾ അത് ചെയ്യാനുള്ള അധികാരമുണ്ട്. കാരണം അൺഫെറ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റാണ്, സുപ്രീം കോടതിയുടെ പവറാണത്. അത് വേറെ ഒരു കോടതിക്കുമില്ല. അപ്പോൾ അത് സുപ്രീം കോടതിക്ക് അങ്ങനെ ചെയ്യാം. കാരണം ഇങ്ങനെ ഒരു വിധി വന്നു, അത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും കോടതിയുടെ ശ്രദ്ധപ്പെടുത്തിയാൽ കോടതികൾക്ക് അത് പുനഃപരിശോധിക്കാവുന്നതേ ഉള്ളൂ. നിയമവശത്തിൽ ഫാക്റ്റ് മേലാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് തെളിവൊക്കെ നോക്കുക എന്തായിട്ട് വരും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിയമം അനുസരിച്ച്, അതായത് നിയമവ്യാഖ്യാനം തെറ്റിപ്പോയതാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് ഡിസിഷൻസിനൊക്കെ എതിരായിപ്പോയി, ഹയർ ഫോറത്തിൻ്റെ ഡിസിഷൻസിനൊക്കെ എതിരായിപ്പോയി എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അതിന് പരാതിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കാം. ഇത് ആരെങ്കിലും ശിക്ഷിച്ചാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്കതാ ഞാൻ പറഞ്ഞ എന്തോ കേസാണെന്നറിയില്ല. ഇതിപ്പോൾ ഒരാളെ ശിക്ഷിച്ച കേസാണെന്നുണ്ടെങ്കിൽ മാത്രമല്ല ഉള്ളൂ. അങ്ങനെയല്ല, ഇതിപ്പോൾ ഒരാളെ ശിക്ഷിച്ചതിൽ തെറ്റിപ്പോയി എന്ന് ഒരു ജഡ്ജിയും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ സുഹൃത്തുമായിട്ടങ്ങാണ്ട് ഇതേ സംഭവമായിട്ട് പിന്നെ 6 വർഷത്തിന് ശേഷം സംസാരിച്ചപ്പോൾ ഇതായിരുന്നു നമ്മൾ ചെയ്തതിൽ നിന്ന് വേറെ ആയിരുന്നു വാസ്തവം എന്നാണ് പുള്ളി മനസ്സിലാക്കിയെന്ന് പറയുന്നത്. അങ്ങനെ അത് ആ രീതിയിൽ യഥാർത്ഥത്തിൽ, അതായത് സ്വന്തമായിട്ട് കിട്ടുന്ന ഒരു ഇൻഫർമേഷന് കോടതിയിൽ ഒരു വിലയില്ല. കാരണം ഇത് ഈ സ്വന്തം കേസല്ല ഈ കോടതി പറയുന്നത്. സ്വന്തം കേസിൽ ഇടപെടാൻ പാടില്ല ഒരു ജഡ്ജി. അപ്പോൾ ഒരു സംഗതിയിൽ തെളിവുണ്ടായി, ആ തെളിവിനനുസരിച്ച് ഇപ്പോൾ ഒരാളെ ശിക്ഷിച്ചെന്നിരിക്കട്ടെ, സബ്സീക്വൻ്റ് ആയിട്ട് വേറെ ആരെങ്കിലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഒന്നാമത് അങ്ങനെ ഒരു കാര്യം സംസാരിക്കാൻ പാടില്ല. കാരണം നമ്മൾ തീരുമാനിച്ച ഒരു കേസാണെങ്കിൽ ഞാൻ പറയും ഇത് ഞാൻ ഡിസൈഡ് ചെയ്ത ഒരു കേസാണ്, അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയത്തില്ല. അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ഞാൻ പറയത്തില്ല. പിന്നെ അതിൻ്റെ ഫാക്ട്സ് എനിക്ക് പറയാം, ഇന്നതുപോലെയൊക്കെ ഉള്ളൊരു കേസാണ്, ഞാൻ ശിക്ഷിച്ചു, അതിനകത്ത് അത് അൾട്ടിമേറ്റ്ലി അത് ആ ശിക്ഷ അവിടെ നിൽക്കുന്നെങ്കിൽ അതെനിക്ക് പറയാൻ പറ്റും. അല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് നമ്മുടെ ജഡ്ജ്മെൻറ്റ് ശരിയാണെന്നോ തെറ്റാണെന്നോ വിലയിരുത്താൻ നമുക്ക് സ്വന്തമായിട്ട് യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടുള്ളതല്ല. അത് വേറെ ആളുകളാണ് വിലയിരുത്തേണ്ടത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്ന അത് വ്യക്തിപരമായിട്ട് കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ്. അതിന് യാതൊരു പ്രസക്തിയും ഇല്ല.
അതിൻ്റെ വെളിച്ചത്തിൽ ഈ കേസ് രണ്ടാമത് ഡിസൈഡ് ചെയ്യണം എന്ന് പറയുന്നതും ശരിയല്ല.